ഒരു കൃഷിക്കാരന് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കർഷകന്റെ ജോലി ചെയ്യുന്നു. ഇല്ല, ചെയ്യത്തില്ല. അയാൾ അധ്വാനിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതും അധ്വാനം അല്ല, ജോലി എന്ന് പറയുന്ന അധ്വാനം വെക്കുന്നതിനെയാണ്. മനസ്സിലായില്ല. അത് തന്നെയാ മനസ്സിലായില്ല. ഇതുകൊണ്ടാണ് ഇത്. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് അറിയാതെ നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഒരു കർഷകൻ, മീനെ പിടിക്കാൻ പോകുന്ന ഒരുത്തൻ, ഒരു പാ നെയ്യുന്ന ആള്, ഇതെല്ലാം അയാളുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ വേറൊരാൾക്ക് ഇത്ര രൂപയ്ക്ക് വിൽക്കും എന്ന് പറയുന്നതിനാണ് ജോലി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല ജോലി എന്ന് പറയുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് വിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതും എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? വീണ്ടും നീ പറഞ്ഞല്ലേ, ഇത് നിങ്ങളുടെ ജോലി വേറെ ആളുകൾ നിർണ്ണയിക്കേണ്ടി വരും, അല്ലാതെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു കർഷകൻ അങ്ങനെ അല്ല. ഒരു കർഷകൻ, അതായത് ഞാനൊരു പാട്ടത്തിനെടുത്തു, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അവരും കർഷകരല്ലേ? അല്ല, അവർ കർഷക തൊഴിലാളികളാണ്. ഈ കർഷക തൊഴിലാളിയും കർഷകനും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വൈകുന്നേരം 100 രൂപ കൊടുത്ത് അയാളെ വിടും. 100 രൂപ എന്നുള്ളതല്ല, അത് 500 രൂപ ആയിരിക്കും, 700 രൂപ ആയിരിക്കും, അത് അവിടെ ഇരുന്നോട്ടെ. 100 രൂപ കൊടുത്ത് വിട്ടാൽ അവിടെ ഉണ്ടാകുന്ന, പാടത്തുണ്ടാകുന്ന ഒന്നിനും അയാൾക്ക് പിന്നെ ഉടമസ്ഥതയില്ല. അയാളുടെ പണിക്കകത്ത് അയാളുടെ, നമ്മളൊരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ജോലിയല്ല, അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് റിയലൈസേഷനാണ്. നമുക്ക് പുറത്താക്കി നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കുന്ന ആളിനെ, അതിനാണ് അധ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കർഷക തൊഴിലാളിയും കൂടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പണിയെടുക്കുന്നു. ഒരേ പണിയാണ്. അതിന് തടമൊക്കെ എടുത്ത് വളമൊക്കെ എടുക്കും. അതിലുണ്ടാകുന്ന തേങ്ങ ഈ കർഷകന് സന്തോഷപ്രദമായിട്ട് ആദ്യമേ തന്നെ അനുഭവിക്കും. പക്ഷെ തൊഴിലാളിക്ക് അതിന് മേപ്പോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ആ തേങ്ങയുടെ മുകളിൽ അവന് യാതൊരു അവകാശവും. കൂലി വാങ്ങി പോകുന്നതാണ്. ഈ കൂലി വാങ്ങി അധ്വാനം വയ്ക്കുന്നവരെയാണ് തൊഴിലെന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അത് മൂലം കിട്ടുന്ന ആ ഒരു എമൗണ്ട് മതിയല്ലോ നമുക്ക് ജീവിക്കാൻ. നിങ്ങൾ ജീവിക്കത്തേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് തന്നെത്താൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നന്ന് ജീവിച്ച് പിറ്റേ ദിവസം അതേ പണി ചെയ്യുന്നവരായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ആ കൂലി. അല്ലാതെ നിങ്ങൾക്ക് അതിനകത്തൊന്നും ഒന്നും ഉണ്ടാകത്തില്ല. 50 വർഷം നിങ്ങൾ പണിയെടുത്താലും കർഷക തൊഴിലാളി ആയിരിക്കും. 50 വർഷം ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും കഷ്ടിച്ച് അവർ പിന്നെ ആ പണി ചെയ്യുന്നവരായിട്ട് തുടരുന്ന സ്ഥലത്ത് നിൽക്കും. അങ്ങനെയല്ല, മുതലാളി എന്നുള്ള വാക്കല്ല, കർഷകനായിരിക്കുന്ന ആൾ ആ തേങ്ങ വിറ്റിട്ട് ഉണ്ടാകുന്ന കാശ് അയാൾ പുതിയ 1 ഏക്കർ സ്ഥലം കൂടെ മേടിക്കും. അയാൾ 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ 10 ഏക്കറിൻ്റെ ഉടമസ്ഥനായിട്ട് മാറും. ഈ പറയുന്ന ഒരു സംഭവം, ഈ അധ്വാനവും ജോലിയും തമ്മിലുണ്ടെന്ന് നമ്മൾ അറിയണം. ആ ഒരു കർഷകൻ, അതായത് ഇപ്പോൾ പറഞ്ഞു നമ്മൾ കർഷകൻ അല്ലെങ്കിൽ കർഷക തൊഴിലാളി, ഒരു പക്ഷേ അയാളുടെ സാഹചര്യങ്ങളായിരിക്കില്ലേ അയാൾ അങ്ങനെ തൊഴിലാളി. നിങ്ങൾ അത് സാഹചര്യങ്ങളായിരിക്കുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുന്ന കാര്യം പറയുന്നത്. ചോദിക്കട്ടെ, ചില സമയത്ത് നമുക്ക് പാരമ്പര്യമായി ഒരു സ്വത്ത് കിട്ടിയെന്ന് വിചാരിക്കാം. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടുന്ന സ്ഥിതിക്ക് എനിക്ക് വേറെ ആളെ വെച്ച് തൊഴിൽ ചെയ്യിപ്പിച്ചൂടെ? അപ്പൊ അവർക്ക് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ, തൊഴിൽ ചെയ്യുന്ന ആളും അധ്വാനിക്കുന്ന ആളും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്തിട്ട് മിണ്ടുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞു തന്നെ. അല്ലാതെ ഞാനൊരു തൊഴിലാളിയായി ജനിച്ചു പോയതല്ലയോ എന്ന് പറയാനൊന്നും അല്ല. അയാളുടെ സാഹചര്യമല്ലയോ അയാളെ വിറ്റൊന്നും, ഇതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുന്നത്, ഒരാൾ അധ്വാനം ചെയ്യുന്ന ആളും മരത്തെ കയറുന്ന കുരങ്ങിൻ്റെ തൊഴിലല്ല മരത്തെ കയറുന്നത്. ഇത്ര അറിയണം. അത് ജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് വിൽക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്.